അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ചെറിയൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ മരണവാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മളൊക്കെ കണ്ടതും കേട്ടതുമാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ കർണാടകയിലെ മംഗലാപുരത്തെയും പുത്തൂരിലെയും കൊടകിലെയും ദക്ഷിണ കന്നഡയിലും ഒക്കെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ മരണവാർത്ത എനിക്ക് ഇടുകയുണ്ടായി. നമ്മളൊക്കെ കണ്ടതാണ്. RSSകാർ നിഷ്ക്രൂരമായി കൊലപ്പെടുത്തിയ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണം. അള്ളാഹു പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ, സ്വർഗം നൽകുമാറാവട്ടെ. ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പ് ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ നാട്ടിൽ വഴലിന് പോയതാണ്. SKSF കൊളത്തമോജൽ യൂണിറ്റും അതുപോലെ അവിടുത്തെ പള്ളിയും ഒക്കെ അൽഹംദുലില്ലാ സംയുക്തമായി സംഘടിപ്പിച്ച ഒരു വഴലിൻ്റെ വേദിയിൽ അൽഹംദുലില്ലാ ഈ വിനീതനോടെ പോവുകയുണ്ടായി. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഈ സഹോദരൻ നമ്മളൊക്കെ കണ്ടതുപോലെ തന്നെ സമസ്തയുടെ സജീവ പ്രവർത്തകനാണ്, SKSFൻ്റെ സജീവ പ്രവർത്തകനാണ്. അതിനോടൊപ്പം അൽഹംദുലില്ലാ ആ പള്ളിയുടെ സെക്രട്ടറിയും കൂടിയാണ്. ആദരവാകുന്ന പ്രവാചകൻ പറയുകയുണ്ടായി, അഫ്ദലുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹുവിന് ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭവനം അത് അള്ളാഹുവിൻ്റെ പള്ളിയാണ്. ആ പള്ളിയുടെ പരിപാലകനാണ്, സെക്രട്ടറിയാണ്. അതിനോടൊപ്പം അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാമായ സമസ്തയുടെ സജീവ SKSFൻ്റെ സജീവ പ്രവർത്തനം കൂടിയാണ്. ഞാനവിടെ കൊളത്തമജലിൽ വയലിന് ചെന്ന സമയത്ത് ആ പ്രിയപ്പെട്ട സഹോദരനുമായി സംസാരിക്കുമ്പോഴൊക്കെ ദീനിനെ പറ്റിയായിട്ടാണ് അൽഹംദുലില്ലാ ആ സഹോദരൻ വളരെയധികം സംസാരിച്ചത്. ദീനിനെ പറ്റി വാതോരാതെ സംസാരിച്ചു. സമസ്തയെപ്പറ്റി, SKSFനെ പറ്റിയൊക്കെ അൽഹംദുലില്ലാ ചെറുപ്പക്കാരനും ആ നാട്ടിലെ പ്രിയപ്പെട്ട പ്രവർത്തകരൊക്കെ അൽഹംദുലില്ലാ ഒരുപാട് നല്ല രീതിയിലാണ് അൽഹംദുലില്ലാ സംസാരിച്ചത്. ഞാൻ ഇന്നലെ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ മരണവാർത്ത കണ്ടപ്പോൾ വല്ലാതെ ഞെട്ടിപ്പോയി. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരന് ഷഹീദിൻ്റെ പ്രതിഫലം കൊടുക്കണം റഹ്മാനെ. വെട്ടി തുണ്ടം തുണ്ടമാക്കിയ വീഡിയോകളൊക്കെ എൻ്റെ മൊബൈൽ ഫോണിൽ പലരും അയച്ചു തന്നിട്ടുണ്ട്. എന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കണ്ടാൽ നമുക്ക് സങ്കടം വന്നു പോകും. തലയിൽ വെട്ട്, കയ്യിൽ വെട്ട്, പെടലിയിൽ വെട്ട്, ശരീരത്തിൻ്റെ പല ഭാഗത്തും വെട്ടി നുറുക്കിയ വീഡിയോകളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്തായാലും എൻ്റെ ഫോണിലൊക്കെ അത് കിടക്കുന്നുണ്ട്. അള്ളാഹുവേ, നോക്കുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരന് ഒരു ചെറിയ മകളുണ്ട്. അത് വല്ലാത്ത സങ്കടമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം വരുമ്പോൾ ആ കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കൊല ചെയ്യപ്പെടും, ചില ആളുകൾ കൊല്ലുന്നവൻ എന്തിനാണ് കൊന്നതെന്നറിയില്ല, കൊല ചെയ്യപ്പെട്ടവൻ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടതെന്നറിയില്ല. അങ്ങനെ ഒരു കാലഘട്ടം വരും. വീട്ടിൽ നിന്ന് സലാം പറഞ്ഞ് മക്കൾക്ക് മുത്തം കൊടുത്ത് ഇറങ്ങിപ്പോകുന്ന വാപ്പ തിരിച്ച് കഫം പുടവയിൽ കൊണ്ടു ചെല്ലുന്നൊരവസ്ഥ അതെൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത വേദനാജനകമാണ്. ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ പൊന്നുമോള് ചെറിയ മകളാണ്. വാപ്പയെ കാത്തിരിക്കുന്ന മകള്, ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യ, മാതാപിതാക്കൾ സർവറുടെ മുമ്പിലേക്ക് ആ പ്രിയപ്പെട്ട സഹോദരനെ മയ്യത്താണ് കൊണ്ടുചെന്ന്. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് സമസ്തയുടെ SKSFൻ്റെ സജീവ പ്രവർത്തകന്മാരൊക്കെ ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാ ആ പ്രിയപ്പെട്ട സഹോദരൻ സമസ്തയുടെ ഒരു സജീവ പ്രവർത്തകനാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആരക്കണം. അതുപോലെ അടുത്ത വെള്ളിയാഴ്ച ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി മയ്യത്ത് നിസ്കരിക്കണം. അള്ളാഹു അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ഖബർ വിശാലമാക്കുമാറാവട്ടെ. മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകാർ, പ്രവർത്തകന്മാർ, അള്ളാഹു എല്ലാവർക്കും ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമസ്തയുടെ സജീവ പ്രവർത്തകരാണ്, സമസ്തയുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.